ഇത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കെ.എസ്.ആർ.ടി.സി ബസ് കൊണ്ടുവന്ന് നിർത്തിയതാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലെ മലപ്പുറം കെ.എസ്.ആർ.ടി.സിയുടെ അവസ്ഥയാണ്. ഹായ് നമസ്കാരം, ആസൂസാണ് മലപ്പുറം ജില്ല. ഈ ജില്ലയിൽ ഒരു കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡ് ഉണ്ടത്രേ. അതിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡ് ബൈക്കുകൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു റോഡാട്ടോ നമ്മുടെ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള റോഡ്. അപ്പം നിങ്ങളൊക്കെ പറയും, എടോ വികസനം വരുന്നുണ്ട്. എത്ര കാലമായി ഇതിങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട് എന്നുള്ളതിൻ്റെ വല്ല അറിവ് എല്ലാവർക്കും ഉണ്ടോ? അതെ, ആ ഒരു വികസനം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്കുള്ള പോക്കാണ് ഈ പോകുന്നത്. ഇതാണ് അവിടെ വികസനം വരുന്ന ബസ് ടെർമിനൽ അല്ലെങ്കിൽ ആ ബിൽഡിങ്. ഇവിടെ ഇന്ന് ഞാൻ ചെല്ലുന്ന ഈ സമയത്ത് ഒരു പണിയും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എത്രയോ കാലങ്ങളായി ഇങ്ങനെ കിടക്കുന്നു. ഒരു റിസർവേഷൻ കൗണ്ടർ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു വർക്ക്ഷോപ്പ്, പണ്ടത്തെ വർക്ക്ഷോപ്പാന്ന് തോന്നുന്നു, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ പ്രധാന കാരണങ്ങളിലൊന്ന് ഇവിടുത്തെ പൊടിയാണ്. ഈ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് വരുമ്പോൾ ഉള്ളൊരവസ്ഥ നോക്കിയാൽ നിങ്ങൾ, ആസ്മ രോഗം നമുക്ക് ചുമ്മാ അങ്ങ് ബസ് സ്റ്റാൻഡിൽ പോയി നിന്നാൽ മാത്രം മതി, അത് നമ്മളെ പിന്നാലെ വരും. അത്രയ്ക്കും പൊടിയുണ്ട്. നിങ്ങളെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഇത്രയും കാലം ഞാൻ ചെയ്യാതെ ഇപ്പം ചെയ്യാണ്ടായ കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു. ഓനോട് ഞാൻ അറിയാതെ പറഞ്ഞു പോയി, എടാ മലപ്പുറം കെ.എസ്.ആർ സ്റ്റാൻഡിൽ ഇറങ്ങിക്കോ, ഞാൻ വന്ന് പിക്ക് ചെയ്യാൻ. വന്നിട്ട് കാറിൽ കയറി ആദ്യം തന്നെ ചോദിച്ചാൽ തരുമോ? മലപ്പുറത്ത് എത്തുമ്പോൾ അലാറം വെക്കേണ്ട ആവശ്യമില്ലല്ലേ, മലപ്പുറം സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ തന്നെ വണ്ടി കുലുങ്ങിക്കൊണ്ട് ഞാൻ എണീറ്റടാന്ന്. രണ്ടാമത് പറഞ്ഞ കാര്യം അടുത്തതാണ്. ആസ്മ രോഗികളൊക്കെ നിങ്ങളുടെ നാട്ടിൽ നല്ലോണം കൂടുതലുണ്ടല്ലേ? ഒരു സംശയവുമില്ല. കാരണം 5 മിനിറ്റ് നിന്നാൽ അവിടെ നമ്മൾ വലിക്കുന്ന ഈ പൊടിക്കൊന്നും ഒരു കണക്കുമില്ല. ഇനി അവിടെ ഒരു ഇരിപ്പിടമുണ്ടത്രേ. അതായത് ഇപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഇരിപ്പിടം, അതാണ് ഈ സ്ഥലം. സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഒക്കെ ഉള്ളിൽ അവിടെയാണ് ഉള്ളത് കേട്ടോ. ഇത്രയും നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള സ്ഥലം അതാണ്. അവിടെ ഇനി അടുത്തത് വൈഫൈ ഉണ്ട്. അവിടെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് വൈഫൈ ഉപയോഗിക്കാം. പിന്നെ അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ ഒരു വലിയൊരു സ്ഥലത്ത് വന്നിട്ട് ഓപ്പൺ എയറിൽ മൂത്രമൊഴിച്ചത്, ഇത്രയും വലിയ പട്ടണത്തിൽ വന്നിട്ട് ഓപ്പൺ എയറിൽ മൂത്രമൊഴിച്ചത് ഇവിടെയാണ്. ഒരവസ്ഥ ആലോചിച്ച് നോക്കിയിടോ നിങ്ങൾ. ഒരു ബാത്റൂമിൻ്റെ അവസ്ഥയാണ്. എന്നിട്ടും വലിയ നേതാക്കന്മാരൊക്കെ ഉള്ള സ്ഥലം. ഞാൻ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇവിടെ ഞാൻ കണ്ട അടുത്ത വലിയ പ്രതിഭാസം ഈ ഒരു 4 കൊടികളാണ്. 4-5 കൊടികൾ കണ്ടു. എന്താണ് ജനങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയണം. MLA ആണോ കാരണം? അതിന് നിങ്ങൾ ഉത്തരം പറയണം. അതോ സർക്കാരാണോ കാരണം? അതിനും നിങ്ങൾ ഉത്തരം പറയണം. ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഇതൊന്ന് എത്തിക്കണം. നമ്മുടെ ജനങ്ങൾ അത്രത്തോളം നിസ്സഹായരാണ് എന്ന് മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് ആ ബിൽഡിങ്ങിൻ്റെ പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഈ റോഡൊക്കെ ഒന്ന് ടാർ ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടികൾ കയറുമ്പോൾ ഈ പൊടിയില്ലാത്ത രീതിയെങ്കിലും ആക്കിയാൽ ഞങ്ങൾ മലപ്പുറത്തുകാർ കൈ കൂപ്പും. ഇത്രയും നാൾ ഈ വീഡിയോ ചെയ്യാത്തതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്. ഇതൊന്ന് ടാർ ചെയ്ത് നന്നാക്കിയാൽ നന്നാവും എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പം എങ്ങനെയാ ഇനി എന്നെ കല്ലെറിയല്ലേ? കാരണം ഈ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്തവർക്കെല്ലാം അന്നും ഇന്നും എന്നും കല്ലേറുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. രാഷ്ട്രീയ ബോധമില്ലാതെ രാഷ്ട്രീയത്തെ അന്ധമായി വിശ്വസിക്കുന്നവർ ധൈര്യമായിട്ട് കല്ലെറിയുക. കാരണം ഞാൻ ഈ പറഞ്ഞത് എനിക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, നമ്മുടെ നാട്ടുകാർക്ക്, മലപ്പുറം ജില്ലയിൽ ഓരോരുത്തർക്കും വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ നാടിനെ മറ്റുള്ളവരിങ്ങനെ കളിയാക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് പറഞ്ഞതാണ്. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളെല്ലാവരും മറ്റുള്ളവരെ പോലെ കണ്ണടച്ച് ഇരുട്ടാക്കുക. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് ഇനി സുഖമായിട്ട് കിടന്നുറങ്ങാം. കാരണം നിങ്ങളിൽ നിന്ന് ചെറിയ മാറ്റമെങ്കിലും ഞാൻ വരുത്താൻ ശ്രമിച്ചല്ലോ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക്സ് ലോട്ട്. ഇഷ്ടമുള്ളവർ ഇത് അടുത്തൊരാളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എന്നിട്ടെങ്കിലും എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ അതിനൊരു കാരണക്കാരിൽ ഒരാൾ നിങ്ങളാവാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക്സ് ലോട്ട്.